നമസ്കാരം. ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. വയർമാൻ പെർമിറ്റ് എടുത്തവർ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വയർമാൻ പെർമിറ്റ് ഒരു കോൺട്രാക്ടറെ കീഴിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷയെക്കുറിച്ചോ സി ക്ലാസ് ലൈസൻസിനെ കുറിച്ചോ ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പെർമിറ്റ് വന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ നാട്ടിൽ ബി ക്ലാസ് അല്ലെങ്കിൽ എ ക്ലാസ് കോൺട്രാക്ടർമാരുണ്ടോ നോക്കുക, അവരുടെ കീഴിൽ വേക്കൻസി ഉണ്ടോ നോക്കുക. അതേപോലെ തന്നെ അവരുടെ ലൈസൻസിൻ്റെ കാലാവധി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന് വന്ന് ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതിയ ആളുകൾക്ക് കോൺട്രാക്ട് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ അവർ രജിസ്റ്റർ ചെയ്യാൻ ബില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. നിലവിൽ നമുക്ക് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, പത്തനംതിട്ട ഇത്രയും ജില്ലകളിൽ നമുക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളൂ. നമ്മൾ ഏപ്രിൽ 5 പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ആളുകളുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാ ആളുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് അതേപോലെ തന്നെ പത്തനംതിട്ടയിലും വേക്കൻസി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് 10ാം ക്ലാസ് പാസ്സായവരാണെങ്കിൽ 4 വർഷം തികഞ്ഞാലാണ് ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ പെർമിറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് 5 വർഷം തികഞ്ഞവരാണെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വയർമാൻ പെർമിറ്റ് എടുത്തത് അപ്രൂവൽ എടുത്തിട്ട് മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ലൈസൻസിങ് ബോർഡിൻ്റെ കാര്യങ്ങളെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് നല്ല ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്ഷമ വേണം. ഇപ്പോൾ നമ്മൾ വയർമാൻ പെർമിറ്റിന് കൊടുത്ത ആളുകളുടെ പെർമിറ്റ് നമുക്ക് 3 മാസത്തിലധികമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ഡിലേ വരുത്തുന്ന സമയത്ത് അതിനനുസരിച്ച് മാറ്റങ്ങൾ സമയത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്